സിനിമയിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ ബൂം ചെയ്തിട്ട് കാണിക്കാനും സാധിക്കും, ഇല്ലെങ്കിൽ അതിനെ വിട്ടേക്കെന്നും പറയാം. പക്ഷേ ഇത് വരുന്ന സമയത്ത് എൻ്റെ പ്രശ്നം, ഞാൻ എന്തുകൊണ്ട് ഇതിനൊരു ലൈവ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലായിരുന്നു. അതിനകത്ത് എനിക്ക് വരുന്ന മെസ്സേജുകളെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ ലെഫ്റ്റനൻ്റ് കേണൽ പദവി എടുത്തു കളയണം. അരേ, മോഹൻലാലിൻ്റെ അയലോക്കത്തെ കുട്ടിക്ക് മറ്റേ ഡിസെൻട്രി വന്നു കഴിഞ്ഞാലും അയലോക്കത്തെ കുട്ടിക്ക് ഡിസെൻട്രി വന്നു, മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻ്റ് കേണൽഷിപ്പ് എടുത്തുവിടാം. ഇങ്ങനെ ഞാൻ കേട്ട് മടുത്തിരിക്കണം. എന്ത് പറഞ്ഞാലും മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻ്റ് കേണൽഷിപ്പ് എടുത്തുവിടാം. ഇത് നമുക്ക് മലയാളിക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു പോസ്റ്റാണ് ലാലിന് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫിലിം ആക്ടർക്ക് ഇത് കിട്ടുന്നത്. ഈവൻ നാനാ പടേക്കർ ഹാസ് ട്രൈഡ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ഇറ്റ് ആഫ്റ്റർ ഡൂയിങ് പ്രഹാർ, ആ ഒരു സിനിമ അന്നത്തെ കാലത്ത്. ഈ വെൻ ആൻഡ് സ്റ്റേഡ് വിത്തിൻ ദെൻ കാർഗിൽ യുദ്ധത്തിൽ പോലും അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ വ്യക്തിക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രസ്റ്റീജിയനാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മലയാളിയുടെ അസൂയ അതിലാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ലൈവിൽ വന്നത്.